ഒരുക്കമുള്ള ഹൃദയം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിടുതലും ദൈവാനുഗ്രഹം നേടുന്ന ഒരു സമയമാണിത്. നമ്മുടെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നുറങ്ങിയ ഹൃദയത്തോടെ കർത്താവിനെ അറിയണം, അനുഗ്രഹം പ്രാപിക്കണം. ഇവിടെ വന്നാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടും അതിനുവേണ്ടി കടം മേടിച്ചൊക്കെ വന്ന ആൾക്കാരുണ്ട്. ഒരു കുഞ്ഞിനെ പോലും കർത്താവ് വെറുതെ വിടത്തില്ല. കർത്താവിൻ്റെ വചനത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കാണ്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്ന് വീഴുമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം, കർത്താവ് ഒരു കുഞ്ഞിനെ പോലും വെറും കൈയോടെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല. കൈയടിക്കട്ടെ, മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി മാറ്റി പ്രാർത്ഥിക്കണം. രണ്ടാമത്തത്, യഥാർത്ഥ രോഗിയുടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, അവർ കിടക്കയിലാണ്, ICUലാണെന്ന് വിചാരിച്ചു, അവർക്ക് എന്താണ് രോഗമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴും കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ അവരെ സുഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗത്ത് കൈകളെ വെച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകര ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ച നേരിടുന്നവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം മെൻറ്റൽ പ്രൊസീഡിങ്സ് ഇല്ലാത്തവർ, പരീക്ഷ എഴുതിയവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ആ റിസൾട്ട് മോശമായി പോയവർ, റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, കർത്താവെ, കടകമ്പോളം നടത്തുന്നവർ, കൂടുതൽ വ്യവസായങ്ങൾ നടത്തുന്നവർ, വ്യാപാര വിഷയങ്ങൾ നടത്തുന്നവർ, കസ്റ്റമേഴ്സ് ഇല്ലാത്ത ബിസിനസ്സുകാർ, എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, ജപ്തി നടപടി നേടുന്നവർ, ഈശോ നിന്റെ തിരുവരുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കുന്ന മാർഗ തടസ്സങ്ങൾ, ജീവ ദുരിതങ്ങൾ, ജീവ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ, പാപത്തിൽ പെട്ടുപോയവർ, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, ഈശോ വസ്തു വിൽക്കാനുള്ളവരെ, ഇങ്ങനെ പലതരത്തിൽ കുടുങ്ങി പലതരത്തിൽ ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ തൽക്കാലത്തിൽ കർത്താവെ പെട്ടുപോയവരെല്ലാം കർത്താവെ നീ വിടുവിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി അവിടെ ആധ്യാത്മിക ജീവിതം
പരിപക്വമാകുന്നതിന് വേണ്ടി സുവിശേഷത്തിൻ്റെ ദൈവാനുഭവത്തിലൂടെ സാക്ഷിയായി മാറുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഇവിടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിൽ അറിയാവുന്ന ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവരെ യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ തരിമുറവാർന്ന ഭരതകരത്താൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ തരിമുറവാർന്ന ഭരതകരത്താൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. നിന്റെ തിരുമുറവാർന്ന വലതുകരം, അണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളുടെ അടുത്തേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ചൂടനുഭവിക്കുന്നവരും അതുപോലെ രോഗങ്ങൾ വിട്ടുമാറുന്നവരും കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിന്നിലേക്ക് ആവശ്യിക്കുന്നു. അപസ്മാര രോഗികൾ, ഒട്ടിസം രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവെ അവരെ ഉച്ചമുതൽ ഉള്ളംകാല് വരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, എഴുന്നേറ്റ് നടക്കാത്ത കുഞ്ഞുങ്ങളെ, കടന്നു കിടപ്പായ രോഗികൾ എല്ലാം കർത്താവ് അടിപ്പട പോലെ വൈതാക്കാലം ഒരു ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ജനിതക തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തെ മാറിപ്പോകൊണ്ടെന്ന് കൽപ്പിക്കുന്നു. ഭവനെ കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, നെഞ്ചിന് വേദനയുള്ളവർ, ഹൃദയത്തിന് ശ്വാസകോശങ്ങൾക്കെല്ലാം തടസ്സങ്ങളുള്ളവർ, കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ. ഹൃദയത്തിൻ്റെ വാലുകൾ തടസ്സങ്ങൾ മാറട്ടെ. എപ്പിലെപ്സി രോഗികളെ കർത്താവെ, അതുപോലെ വലിവ് രോഗികൾ, അസ്മ രോഗികൾ കർത്താവെ, സിസ്റ്റ് രോഗികൾ, മുഴകളുള്ളവർ, പിസിയോടി രോഗികൾ, പിസ്തുല രോഗികൾ, അരിസ്റ്റസ് രോഗികൾ, അൾസർ രോഗികൾ, കർത്താവിൻ്റെ ബാധ രോഗികൾ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ മുട്ടിൽ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുഗ്രഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ മൗന പ്രാർത്ഥന സമയം. കാരണം നമ്മൾ വലിയൊരു ധ്യാനം കൂടിയിട്ടാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടി നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, അവർ 3 ദിവസമായി എൻ്റെ കൂടെ കൂടിയിട്ടെന്ന്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നവരെ കർത്താവ് വരും കൈയോടെ പറഞ്ഞുവിടത്തില്ലെന്നുള്ള സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛനിവിടെ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. വഴക്കുകൾ, കലഹങ്ങൾ, ഭിന്നതകൾ, ഭിന്നിച്ച് താമസിക്കുന്നവർ, കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് വിസ പുതുക്കി കിട്ടാത്തവർ, വീട്ടിലെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഏത് രീതിയിൽ കൊണ്ടുപോകും, അവരെന്ത് പഠിപ്പിക്കും, എവിടെ ജോലി കിട്ടും അവർക്കെന്നറിയാൻ പാടില്ലാതെ, അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും ഒരേ കാര്യം തന്നെ ഒരു കൊല്ലമായി തർക്കിക്കുന്ന
സംസാരിക്കുന്ന തീരുമാനമെടുക്കാത്ത കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ അവർ തീരുമാനമെടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെങ്കിലും വരണേ സ്വരത്തിൽ പാടുക. മക്കളെ, സാമ്പത്തിക തകർച്ചയുള്ളവര്, കടക്കണിൽ അകപ്പെട്ടിരിക്കുന്നവര്, രക്ഷപ്പെടാൻ മാർഗമില്ലാത്തവര്, ആരും സഹായിക്കാനില്ലാത്തവര്, ആലംബമില്ലാത്തവര്, കർത്താവേ, അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, 7 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവര്, വർഷങ്ങളായ മരുന്ന് കഴിക്കുന്നവര്, വർഷങ്ങളായ ആശുപത്രിയും ഡോക്ടർമാരെ മാറി മാറി നടക്കുന്നവര്, അവിടെ ജനിതക തടസ്സങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും വിട്ടുമാറുന്നതിന് വേണ്ടിയും ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. എൻ്റെ പിതാവേ, അങ്ങനെ മക്കൾ അങ്ങനെ ദിവസം കണ്ണീരായി നിൽക്കുകയാണ്. അവരെ ചൊരിഞ്ഞ കണ്ണുനീരിന് കാരതയും കണക്കുമില്ല. അവരെ ആശ്വസിപ്പിക്കാൻ ഇടമില്ല, ഓടി ഒളിക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് അങ്ങയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെ മക്കൾ, മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത മക്കൾ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, വിവാഹം ഒത്തുവരാത്തതിൻ്റെ പേരിൽ പള്ളിപ്പോലും മക്കൾ പോകാതെ ഇരിക്കുന്ന മക്കളുണ്ട്. അവർക്ക് ഓടി ഒളിക്കാൻ ഇടമില്ലാത്ത മക്കളുണ്ട്. അവരുടെ എല്ലാ കണ്ണുനീരുകളും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒളിച്ച് താമസിക്കുന്ന പോലെ സമൂഹത്തിൽ നിന്ന് ഒളിച്ച് താമസിക്കുന്ന മക്കളുണ്ട്. ഈശോ, അവരെ നീ പാതാളത്തിൽ ഇറങ്ങി കൂട്ടിക്കൊണ്ടു വന്നതുപോലെ കർത്താവേ, മനുഷ്യൻ്റെ പാതാളങ്ങളിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവിനെ ഉയർത്തുന്നേപ്പിൻ്റെ ശക്തി നിന്റെ ഇരുട്ടറകളിലേക്ക് പ്രവേശിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മൗനമായി പ്രാർത്ഥിക്കട്ടെ. ജീവിതാവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങ് ധ്യാനത്തിൽ പറഞ്ഞതുപോലെ ഒരുക്കമുള്ള ഹൃദയം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. അവർ പശ്ചാത്താപത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുപ്പതും 60 100 മേനി കായ്ക്കുന്ന കൃപയുടെ വിളനിലമായി ഞങ്ങളുടെ മക്കളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ
പരിശുദ്ധ Amen.